എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ വെല്ലൂരിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം കൊണ്ടുവന്ന് ഒരു കുപ്പി 25,000 ഉറുപ്പികയ്ക്ക് വിറ്റു. അങ്ങനെ 2 കുപ്പി വെള്ളം വിറ്റു. അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു, പണക്കാർക്ക് മാത്രം ബർക്കത്ത് മതിയോ, സാധുക്കൾക്ക് ബർക്കത്ത് വേണ്ടേ? ഞാൻ ചോദിച്ചു, പണക്കാർക്ക് മാത്രം ബർക്കത്ത് മതിയോ, സാധുക്കൾക്ക് ബർക്കത്ത് വേണ്ടേ? ഇതെന്ത് സമസ്യയാണ് നിങ്ങളെ സമസ്ത? ഇതിനൊന്നും നിങ്ങൾ മറുപടി പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. എന്ത്? ഞാൻ ചോദിച്ചു പണക്കാർക്ക് മാത്രം മതിയോ, പാവപ്പെട്ടവർക്ക് ബർക്കത്ത് വേണ്ടേ എന്ന് ഞാൻ ചോദിച്ചു എന്ന് പ്രസംഗിച്ച ആ മാന്യൻ തന്നെ തൊട്ടു മുമ്പത്തെ പ്രസംഗത്തിൽ ചോദിക്കുന്നത് കേട്ടോളൂ. പണക്കാർക്ക് മതിയോ, സാധുക്കൾക്ക് വേണ്ടേ? ഞങ്ങളോട് പറയട്ടെ, അത് മൗലവിയെ കുറിച്ച് ചോദിപ്പിച്ചത് നിങ്ങളല്ലേ? എന്നാൽ അതേ ചോദ്യം പേരോടിനെ കൊണ്ട് ചോദിപ്പിച്ചത് ഞങ്ങളല്ലേ? എന്ത് കഷ്ട! ഇയാള് മുജാഹിദായിപ്പോ അതാ പറഞ്ഞത്, പേരോട് വഹാബിയായിട്ടുണ്ട്. കാന്തപുരത്തിന്റെ കാലിൽ മുടി ചുറ്റിയപ്പോ അറിയാതെ പേരോട് വഹാബിയായി. അതുകൊണ്ട് ആ പരസ്യ പ്രഖ്യാപനം സന്തോഷത്തോട് കൂടി തന്നെ നമുക്കൊന്ന് കേൾക്കാം. മുജാഹിദ് ചോദിച്ചില്ലേ പരസ്യമായി, അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ ബർക്കത്ത് പണക്കാർക്ക് മതിയോ, സാധുക്കൾക്ക് വേണ്ടേ? 25,000 വിൽക്കുമ്പോ പാവപ്പെട്ട ഒരു മനുഷ്യരില്ലേ അപ്പുറത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം എനിക്ക് കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനില്ലേ അപ്പുറത്ത്? ആ മനുഷ്യന്റെ നെഞ്ഞു പൊട്ടിയില്ലേ? നിങ്ങൾ 25,000 വാങ്ങിയാലല്ലേ കൊടുക്കുള്ളൂ, 25,000 കിട്ടിയാലല്ലേ കൊടുക്കുള്ളൂ. അപ്പൊ സാധുക്കൾക്ക് ബർക്കത്ത് വേണ്ടേ എന്ന ചോദ്യം മുജാഹിദിനെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് ഞങ്ങളെ വഷളാക്കിയവരല്ലേ നിങ്ങൾ? മുജാഹിദ് ചോദിച്ചില്ലേ പരസ്യമായി, അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ ബർക്കത്ത് പണക്കാർക്ക് മതിയോ, സാധുക്കൾക്ക് വേണ്ടേ? ഞാൻ ചോദിച്ചു, പണക്കാർക്ക് മാത്രം ബർക്കത്ത് മതിയോ, സാധുക്കൾക്ക് ബർക്കത്ത് വേണ്ടേ? ഇതെന്ത് സമസ്യയാണ് നിങ്ങളെ സമസ്ത? മുജാഹിദ് ചോദിച്ചില്ലേ പരസ്യമായി, അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ ബർക്കത്ത് പണക്കാർക്ക് മതിയോ, സാധുക്കൾക്ക് വേണ്ടേ? ഞാൻ ചോദിച്ചു, പണക്കാർക്ക് മാത്രം ബർക്കത്ത് മതിയോ, സാധുക്കൾക്ക് ബർക്കത്ത് വേണ്ടേ? ഇതെന്ത് സമസ്യയാണ് നിങ്ങളെ സമസ്ത? കാന്തപുരത്തിന്റെ കാലിൽ മുടി ചുറ്റിയപ്പോ അറിയാതെ പേരോട് വഹാബിയായി.